നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സർഗോസി കേസ് ഒരു പക്ഷേ UAE ആദ്യമായാണ് വാർത്തകളിൽ ഇടം നേടുന്നത്. അത്തരത്തിലൊരു വാർത്തയാണ് പ്രവാസി മലയാളിയിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. വാർത്തയിലേക്ക്. വയസ്സുള്ള ഇന്ത്യൻ യുവതി ദുബായ് കോടതിയിൽ വാടക ഗർഭധാരണത്തിലുണ്ടായ കുഞ്ഞിനെ അനുമതിയില്ലാതെ തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തെന്നാരോപിച്ച് കേസ് ഫയൽ ചെയ്തു. മറ്റൊരു സ്ത്രീക്ക് കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ അവസരം ഒരുക്കിയതിനാൽ വിവാഹമോചനം വേണമെന്നാണ് ഈ യുവതിയുടെ ആവശ്യം. ദുബായ് വ്യക്തിഗത കോടതിയിലാണ് യുവതി ഇത്തരത്തിലൊരു നിയമസഹായം തേടിയത്. UAE-യിൽ ഇത്തരത്തിലുള്ളൊരു കേസ് ആദ്യമായാണ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. 15 വർഷം മുൻപ് വിവാഹം നടക്കുകയായിരുന്നു. ഈ യുവതിക്ക് മക്കളില്ല. 2016-ൽ ഭർത്താവ് ഗർഭപാത്രം വാടകയ്ക്കെടുക്കുക മാത്രമല്ല അറിവോ സമ്മതമോ ഇല്ലാതെ കുഞ്ഞിനെ തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് വിവാഹമോചന ആവശ്യവുമായി യുവതി കോടതിയിലെത്തിയത്. വാടക ഗർഭധാരണ നടപടിക്രമങ്ങൾ അംഗീകരിക്കുന്ന രേഖയിൽ ഒപ്പിടാൻ ഭർത്താവ് നിർബന്ധിച്ചതായും യുവതി കോടതിയിൽ ബോധിപ്പിച്ചു. കുട്ടിയുടെ ജനനത്തിനു ശേഷം ഭർത്താവ് തന്നെ അധിക്ഷേപിക്കുകയും തന്റെ ആവശ്യങ്ങൾ നിരാകരിക്കുകയും ചെയ്യുകയായിരുന്നു. അടുത്തിടെ നാട്ടിലേക്ക് പറഞ്ഞുവിടാൻ ശ്രമവും നടത്തി. ജനന സർട്ടിഫിക്കറ്റിൽ കുട്ടിയെ തന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നും യുവതി പറയുന്നു. നേരത്തെ ഇന്ത്യയിൽ വെച്ച് വിവാഹമോചനത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും അത് നടന്നില്ല. വിവാഹമോചനവും തുടർന്നുള്ള ജീവോപാധിയും വേണം എന്നാണ് യുവതി ആവശ്യപ്പെടുന്നത്. കുട്ടിയുടെ ജൈവിക അമ്മ എന്ന പേര് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് യുവതി ദുബായ് കോടതിയിൽ എത്തിയത്. എന്നാൽ ഭാര്യയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് വാടക ഗർഭധാരണ പ്രക്രിയ നടത്തിയതെന്നും പ്രസവ തീയതി അടുത്തപ്പോൾ യുവതിയുടെ മനസ്സു മാറിയതായാണ് യുവാവ് കോടതിയിൽ പറഞ്ഞത്. വാടക ഗർഭധാരണം നിയമവിധേയമായ ഇന്ത്യയിലാണ് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ നടത്തിയതെന്നാണ് യുവാവ് അവകാശപ്പെടുന്നത്. ഈ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ നിയമത്തിന്റെ പകർപ്പും കോടതിയിൽ യുവാവ് സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ സ്വന്തം രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കണമെന്നാണ് യുവാവ് കോടതിയിൽ അഭ്യർത്ഥിച്ചത്. UAE-യിലെ ഒട്ടേറെ കേസുകളിൽ ഇന്ത്യൻ നിയമം പ്രയോഗിക്കാമെങ്കിലും ഈ പ്രത്യേക കേസിൽ അതിന് കഴിയില്ല എന്ന യുവതിയുടെ അഭിഭാഷകൻ പറഞ്ഞു. കാരണം കേസ് പരിഗണിക്കുന്നത് UAE ഇത് ആദ്യമാണ്. UAE നിയമങ്ങൾക്കും പൊതുധാർമ്മികതയ്ക്കും എതിരാണെന്ന് യുവതിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും UAE കോടതി യുവതിക്ക് അനുകൂലമായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത്. കുട്ടിയെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും UAE ചരിത്രത്തിൽ സറോഗേസി കേസ് ആദ്യമായാണ് ഇടം പിടിക്കുന്നത്. യുവതിക്ക് അനുകൂലമായ ഒരു വിധിയാണ് എത്തിയതും. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.